ഹായ്, ഞാൻ നസീറ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രൈഡൽ ഹെയർ സ്റ്റൈൽ അല്ലെങ്കിൽ ഏത് തരം ഹെയർ സ്റ്റൈൽ ആയിക്കോട്ടെ, ഓപ്പൺ ഹെയർ സ്റ്റൈൽ ആയിക്കോട്ടെ, കേളി ഹെയർ സ്റ്റൈൽ ആയിക്കോട്ടെ, ഇനി ലോ ബൺ ആയിക്കോട്ടെ, അങ്ങനെ ഏത് തരം ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതിന് മുന്നേ ആയിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഹെയർ പ്രോപ്പറായിട്ടാണോ ഷാമ്പൂ വാഷ് ചെയ്തേക്കുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പോൾ പ്രോപ്പർ ഷാമ്പൂ വാഷ് എന്ന് പറയുമ്പോൾ ഓയിൽ ഫ്രീ ആയിട്ടുള്ളതാണോ അല്ലെങ്കിൽ ഹെയർ കണ്ടീഷണറോ മാസ്കോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. പ്രീ സ്റ്റൈലിംഗ് പ്രോഡക്റ്റ് നല്ല രീതിയിൽ വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതായത് ഡ്രൈ ഹെയറിൽ പ്രീ സ്റ്റൈലിംഗ് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യാൻ പാടില്ല. നല്ല വെറ്റ് ഹെയറിൽ മാത്രമേ പ്രീ സ്റ്റൈലിംഗ് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. പ്രീ സ്റ്റൈലിംഗ് പ്രോഡക്റ്റ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കറിയാലോ. മൂസ് ഉണ്ട്, സിറം ഉണ്ട്, ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ഉണ്ട്. പ്രീ സ്റ്റൈലിംഗ് പ്രോഡക്റ്റ്സ് ഏത് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വെറ്റ് ഹെയറിൽ വേണം. അടുത്തതായിട്ടെന്ന് പറയുന്നത് ബ്ലോ ഡ്രൈ. ബ്ലോ ഡ്രൈ ചെയ്യുക. 80% ബ്ലോ ഡ്രൈ ചെയ്യുക. ഒന്നെങ്കിൽ നമുക്ക് പെഡൽ ബ്രഷ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റോൾ കോംബ് യൂസ് ചെയ്യാം. 80% നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്യുക. ബ്ലോ ഡ്രൈ ചെയ്യുന്ന വേറെ ഒന്നുമല്ല, നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹെയർ സ്ട്രക്ചേഴ്സ് ആണ് നമുക്കുള്ളത്. ബേബി ഹെയർ ഉണ്ട്, കേളി, അതുപോലെ തന്നെ സ്ട്രെയിറ്റ്, ട്രീറ്റഡ് ഹെയർ, അങ്ങനെ പലതരത്തിലുള്ള ഹെയർ സ്ട്രക്ചേഴ്സ് ഉള്ളതാണ് നമുക്ക് എല്ലാവർക്കും. അപ്പം ഈ ഹെയറിനെ എല്ലാം ഒരുപോലെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരേ പാറ്റേണിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മസ്റ്റായിട്ട് ബ്ലോ ഡ്രൈ ചെയ്യാൻ പറയുന്നത്. അറ്റ് ലാസ്റ്റ് ക്രിമ്മിങ് ഇസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. മറ്റൊന്നുമല്ല, നമുക്കറിയാം ക്രിമ്മിങ് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് എന്താണെന്നുള്ളത്. ഒരു ഹെയർ സ്റ്റൈലിനെ സംബന്ധിച്ച് നമ്മൾ വിചാരിക്കുന്ന തരത്തിലേക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യണമെങ്കിൽ ക്രിമ്മിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ക്രിമ്പിങ് ചെയ്യുമ്പോൾ നമ്മളുടെ ഹെയർ എല്ലാം ഒരേ ടെക്സ്ചർ ലെവലിലേക്ക് വരികയും എക്സ്ട്രാ ഹെയറിന് വോളിയം തോന്നുകയും ചെയ്യും. അങ്ങനെയാകുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള ഹെയർ പാറ്റേൺ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈസി ആയിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യാനും നമ്മൾ ലൈൻസ് ചെയ്യാനും പഫ് ചെയ്യാനും ഒക്കെ ക്രിമ്പിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന തരത്തിലേക്ക് ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ഒരു ഹെയർ സ്റ്റൈൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ, അതായത് പ്രോപ്പറായിട്ടുള്ള ഷാമ്പൂ വാഷ്, ടവൽ ഡ്രൈ, ബ്ലാസ്റ്റ് ഡ്രൈ, പ്രീ സ്റ്റൈലിംഗ് പ്രോഡക്റ്റ്സ്, അറ്റ്ലാസ് ക്രിമ്പിങ്, ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ.